കെ സ്മാർട്ട് വെബ്സൈറ്റിലൂടെയുള്ള വ്യാപാര ലൈസൻസ് പുതുക്കൽ വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധി സമ്മാനിക്കുന്നുവെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ദേശീയ സെക്രട്ടറിയുമായ എസ് മനോജ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗങ്ങളുടെ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ സ്മാർട്ടിലെ അപാകതകൾ പരിഹരിക്കുക, തെരുവ് കച്ചവട നിയമമൂലം നിരോധിക്കുക, വ്യാപാരി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ സെക്രട്ടേറിയറ്റ് ധർണ നടത്തിയത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ദേശീയ സെക്രട്ടറിയുമായ എസ് മനോജ് ധർണ ഉദ്ഘാടനം ചെയ്തു. വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് കേരളത്തിലെ വ്യാപാരികൾക്ക് വേണ്ടി ഏകോപന സമിതിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തത്. കാര്യം നമുക്കിവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണമെന്നറിയാം, പക്ഷെ അത് എടുക്കാൻ നിവർത്തിയില്ല. കച്ചവടം ചെയ്യുവാനുള്ള ലൈസൻസ് എടുക്കാൻ നിവർത്തിയില്ലാതെ കേരളത്തിലെ വ്യാപാരികൾ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർണ നടത്തണമെങ്കിൽ തങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ഒരു ധർണ നടത്തണമെങ്കിൽ എത്രത്തോളം പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ വ്യാപാരികൾ അനുഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ധർണ. മഴയത്ത് കെ സ്മാർട്ട് വ്യാപാരികളെ വെട്ടിലാക്കി പൂട്ടിക്കാനുള്ള സ്മാർട്ട് കെണിയാണെന്നും ലൈസൻസ് പുതുക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിന് വിധേയമായി കെ സ്മാർട്ട് വെബ്സൈറ്റ് പുനഃപരിഷ്കരിക്കണമെന്നും എസ് മനോജ് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ആരിശാല സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം നസീർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരമന മാധവൻകുട്ടി, നേതാക്കളായ വെഞ്ഞാറമൂട് ശശി, അസി മീഡിയ, നെട്ടയം മധു എന്നിവരും ധർണയിൽ പങ്കെടുത്തു. ACV ന്യൂസ്, തിരുവനന്തപുരം.